മുൻ മന്ത്രിയും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനും സിപിഎം പ്രവർത്തകരും തമ്മിൽ നീർക്കുന്നം STB UP സ്കൂളിൽ വെച്ച് രൂക്ഷമായ വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായതോടെ ആലപ്പുഴയിലെ രാഷ്ട്രീയ പോര് തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്കൂളിലെ പഴയ കെട്ടിടം പൊളിച്ചതുമായി ബന്ധപ്പെട്ട് കരാറുകാർ അനധികൃതമായി മണ്ണ് കടത്തുന്നു എന്ന ആരോപണം അന്വേഷിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്കും വിവരാവകാശ പ്രവർത്തകർക്കുമൊപ്പം ജി സുധാകരൻ എത്തിയതാണ് നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചത്. സ്കൂളിലെ പഴയ കെട്ടിടം പൊളിച്ച കരാറുകാർ അവിടെയുള്ള മണ്ണ് കൂടി കടത്തിയെന്നും അതിനാൽ സ്കൂൾ മുറ്റത്ത് വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടെന്നും ജി സുധാകരൻ ആരോപിച്ചിരുന്നു. സ്കൂൾ അധികൃതരുടെയും പഞ്ചായത്തിന്റെയും അറിവോടെയാണ് മണ്ണ് കൊള്ള നടന്നതെന്ന് ആരോപിച്ച സുധാകരൻ സ്കൂളിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വിവരാവകാശ നിയമവുമായി സ്കൂളിനെതിരെ സ്ഥിരമായി നടക്കുന്ന ചിലരെയും കൂട്ടിയാണ് സുധാകരൻ എത്തിയതെന്നും ഇവർ പഞ്ചായത്തിനെയും സ്കൂൾ അധികൃതരെയും അനാവശ്യമായി ആക്ഷേപിച്ചതായും CPM ആരോപിക്കുന്നുണ്ട്. തർക്കത്തിനിടയിൽ അമ്പലപ്പുഴ വടക്ക് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPM അംഗവുമായ S ഹാരിസ്, SMC ചെയർമാൻ പ്രശാന്ത് S കുട്ടി എന്നിവർ സുധാകരനെ വഴിയിൽ തടയുകയും രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു. താങ്കൾ പാർട്ടിയിൽ നിന്ന് നേടാനുള്ളതെല്ലാം നേടിയ ശേഷമാണ് പാർട്ടി വിട്ടതെന്നും 1.5 വർഷം മുൻപ് വരെ ആളുകളെ കൊണ്ട് സാറ എന്ന് വിളിപ്പിച്ച ആളല്ലേ നിങ്ങളെന്നും ഹാരിസ് സുധാകരന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. എന്നാൽ ഞാൻ പാർട്ടിക്ക് വെളിയിൽ പോയ ശേഷമാണ് പാർട്ടിക്കെതിരെ സംസാരിക്കുന്നതെന്നും തന്നെ ജനങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണ് 21,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത് എന്ന് സുധാകരൻ ഉടനടി തിരിച്ചടിച്ചു. തർക്കം മൂർച്ഛിച്ചതോടെ സുധാകരനൊപ്പം ഉണ്ടായിരുന്ന കോൺഗ്രസ് വിവരാവകാശ പ്രവർത്തകർ SMC ചെയർമാൻ പ്രശാന്ത് കുട്ടിയെയും പഞ്ചായത്ത് അംഗം ജിത്തുവിനെയും കയ്യേറ്റം ചെയ്തതായി CPM പരാതിപ്പെട്ടു. തുടർന്ന് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം എത്തിയ ശേഷമാണ് ഇരു വിഭാഗത്തെയും പിരിച്ചുവിട്ട് രംഗം ശാന്തമാക്കിയത്. സംഭവത്തിന് പിന്നാലെ ജി സുധാകരനെതിരെ കടുത്ത ആക്ഷേപങ്ങളുമായി CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം സലാം ആലപ്പി ഫേസ്ബുക്കിൽ രംഗത്തെത്തി. താനൊഴികെ മറ്റുള്ളവരെല്ലാം കള്ളന്മാരാണെന്ന് പ്രചരിപ്പിക്കാൻ സുധാകരൻ എന്ത് വൃത്തികേടും പറയുകയാണെന്ന് സലാം ആരോപിച്ചു. UDFന്റെ ഔദാര്യം വാങ്ങിയത് മുതൽ CPM നേതാക്കളെ അധിക്ഷേപിക്കലും സദാസമയം പുലഭ്യം പറയലുമാണ് സുധാകരന്റെ പണിയെന്ന് സലാം പോസ്റ്റിൽ കുറിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സുധാകരൻ MLA ആയിരുന്നപ്പോൾ കിഫ്ബി വഴി 3.9 കോടി രൂപ അനുവദിച്ച് കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നടത്തിയതാണെന്നും ഫിറ്റ്നസ് ഇല്ലാത്ത പഴയ കെട്ടിടങ്ങൾ എല്ലാ നിയമങ്ങളും പാലിച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെയാണ് ലേലം ചെയ്തതെന്നും സലാം വ്യക്തമാക്കി. 1.1 ലക്ഷം വിലയിട്ട കെട്ടിടം 4 ലക്ഷത്തിലധികത്തിനാണ് ലേലം ചെയ്തത്. അവിടെ ഒരു അഴിമതിയും നടന്നിട്ടില്ല. സുധാകരന്റെ അഴിമതി വിരുദ്ധ പ്രസംഗത്തെ പരിഹസിച്ച സലാം ആലപ്പി 2021-ൽ പാർട്ടിയുടെ പേരിൽ പിരിച്ച പണത്തിന്റെ കണക്ക് എന്താ ഇപ്പോഴും പരസ്യപ്പെടുത്താത്തതെന്നും ആ പണം വാങ്ങിയ ആളുകൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പുതിയ സാമ്പത്തിക ആരോപണവും ഉന്നയിച്ചു. ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പൊതിച്ചോറ് പദ്ധതിയെ സുധാകരൻ ആക്ഷേപിക്കുന്നതിനെയും സലാം വിമർശിച്ചു. BJP വോട്ടിന് പകരമായി സർക്കാർ ഭൂമിയിൽ സേവാഭാരതിക്ക് കെട്ടിടം നിർമ്മിക്കാൻ അനുവാദം നൽകിയത് സുധാകരനാണെന്നും അതിൽ നിന്ന് തടിയൂരാനാണ് ഇപ്പോൾ ഭക്ഷണ വിവാദമുണ്ടാക്കുന്നതെന്നും സലാം ആരോപിച്ചു. ഔദ്യോഗിക വേദികൾ പോലും പാർട്ടിയെയും വനിതാ ജനപ്രതിനിധികളെയും ആക്ഷേപിക്കുവാൻ ഉപയോഗിക്കുന്ന സുധാകരന്റെ രീതി അവസാനിപ്പിക്കണമെന്നും പാർട്ടിയുടെ അവസ്ഥയെ ദൗർബല്യമായി കാണരുതെന്നും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് സലാം ആലപ്പി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ ആലപ്പുഴയിൽ CPM സുധാകരൻ പോര് കൂടുതൽ വഷളാകുമെന്നാണ് ഈ തെരുവ് യുദ്ധം സൂചിപ്പിക്കുന്നത്. ബാക്കി കണ്ടറിയാം.